എന്റെ കർത്താവേ, കാത്തോളണേ. നമ്പർ കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. മാഡം, ചായ. ഞാൻ കുടിച്ചോളാം. മാഡം. എന്താ മന്ദാകിനി? മാഡം, ഇന്നലെ രാത്രി ഒരു ശബ്ദം കേട്ടു. എന്റെ ശബ്ദം? സമയം പാതിരാത്രി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ. പാതിരാത്രി ആയാലും മന്ദാകിനി ഉറങ്ങാറില്ലേ? ഉറങ്ങിക്കിടക്കായിരുന്നു മാഡം. ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നത്. അപ്പോഴല്ലേ കണ്ടത്. എന്ത് കണ്ടു? എന്റെ വാതില്ലേ ഒരു കറുത്ത രൂപം. ഞാൻ പെട്ടിയിൽ മടക്കി വെച്ച എന്റെ കമ്പിളി പൊതുപ്പ് പൊതിച്ചു നിൽക്കണു. ആരായാലും ഭയന്നു പോയില്ലേ മാഡം? ഒന്നുകൂടി നോക്കിയപ്പോ ആളെ കാണാനില്ല. സംശയം തോന്നി ഞാൻ പെട്ടി തുറന്നു നോക്കിയപ്പോ കമ്പിളി പൊതുപ്പ് പെട്ടി തന്നെയുണ്ട്. അതെടുത്ത് പൊതച്ചുകൊണ്ട് ഒരാളെങ്ങനെ എന്റെ മുറിയുടെ മുന്നിൽ വന്ന് നിൽക്കും? മന്ദാകിനി സ്വപ്നം കണ്ട കാര്യമാണോ എന്നോട് പറയുന്നത്? സ്വപ്നമല്ല മാഡം, ഞാൻ നേരി കണ്ടതാ. നേരിൽ കണ്ടതോ? ഒന്നുകൂടി ആലോചിച്ച് നോക്കും മന്ദാകിനി. അതാ ഇപ്പൊ കൺഫ്യൂഷൻ. സ്വപ്നമാണോ നേരി കണ്ടതാണോ എന്ന് വ്യക്തമല്ല. ശരിക്കും പേടിച്ചുപോയി. കണ്ടത് സ്വപ്നമാണോ എന്ന കാര്യത്തിൽ മന്ദാകിനിക്ക് ഇപ്പോഴും വ്യക്തതയില്ല. അതിനൊരു ക്ലാരിറ്റി വന്നിട്ട് എന്നോട് പറഞ്ഞാ മതി. ഞാൻ അതിനേക്കാളും വലിയൊരു പ്രശ്നത്തിലാ. അതിനിടയിൽ മന്ദാകിനി തലയും വാലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടന്ന് ഇവിടുത്തെ പിള്ളേരെ കൂടി പ്രശ്നത്തിലാക്കല്ലേ. മാഡം, എനിക്കുണ്ടായ അനുഭവം ഞാൻ മാഡത്തിനോട് പറഞ്ഞത്. മാഡത്തിനോടല്ലാതെ ഞാൻ ഈ കാര്യം വേറെ ആരോട് പറയാനാ? അടിമറ്റത്ത് അച്ഛനെ ചെന്ന് കണ്ടാലേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. രാവിലെ എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്. മന്ദാകിനി ചെല്ല്. ശരി. ഇന്നലെ വന്ന ഈ കോൾ ആരുടെയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ താമസിക്കുന്ന പിള്ളേരെ കൂടാതെ മറ്റാരെങ്കിലും ഇതിനകത്ത് താമസിക്കുന്നുണ്ടോ? ഏതെങ്കിലും പിള്ളേര് പറ്റിക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കോ? ആരാണ് ഈ കോൾ ചെയ്തെന്ന് അറിയണമല്ലോ. അറിവിനോട് ഇവിടെ എത്താനാണല്ലോ പറഞ്ഞത്. അവനെന്താ വരാൻ വൈകുന്നേ? കാണുന്നില്ലല്ലോ. അവന്റെ അമ്മയ്ക്ക് വേണ്ടി പൂജ നടത്താനാണ് ഞാൻ വന്നത്. എന്നിട്ട് അവനൊരു ഉത്തരവാദിത്വമില്ല. ഇനിയിപ്പോ അവൻ വരാതിരിക്കോ? വന്നല്ലോ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നെ എന്താ വിളിക്കാതിരുന്നേ? എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു. ഇവിടെ വരാന്ന് ഞാൻ ഏറ്റതല്ലേ. ഞാൻ വന്നല്ലോ. പിന്നെ എന്തിനാ ഈ പരിഭവം? എന്താ പ്രശ്നം? അതെ, ഇവിടെ ഒരു പൂജയുണ്ട്. അത് കണ്ടു തൊഴണം. അതിനെന്താ, പൂജ നടക്കട്ടെ. താൻ പൂജ കണ്ട് തൊഴുതുവാ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അതെ, ഈ പൂജ എനിക്ക് വേണ്ടിട്ടല്ല, നിന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടാ ഞാൻ നടത്തുന്നേ. അപ്പൊ നീയല്ലേ പൂജ കണ്ട് തൊഴേണ്ടേ? ഞാനോ? ആ, ഞാൻ ഇവിടെ നിന്ന് തൊഴുതോളാം. പൂജ കണ്ട് തൊഴേണ്ടത് ഇവിടെ നിന്നല്ല, അകത്ത് വന്ന് ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് തൊഴണം. പൂജ നടക്കുമ്പോ എവിടെ നിന്ന് വേണേലും തൊഴാലോ. അത് പറ്റില്ല. നീ അകത്ത് വന്ന് തന്നെ തൊഴണം. വാ, അകത്തേക്ക് പോ. വാ ആരോ, വാ. അകത്ത് പോയി പൂജ കണ്ട് തൊഴാം. ഈ പൂജ കഴിയുന്നതോടുകൂടി നിന്റെ അമ്മ നിനക്ക് കൺമുമ്പിൽ കാണാനാകും. ഇല്ല, എനിക്കിപ്പോ അമ്പലത്തിലോട്ട് വരാൻ പറ്റില്ല. അതെന്താ? എനിക്ക് അമ്പലത്തിൽ കയറാൻ പേടിയാ. പൂജ കണ്ടു തൊഴാൻ നീ എന്തിനാ പേടിക്കുന്നേ? അത് ഞാൻ കുളിച്ചില്ല. കുളിക്കാതെ അമ്പലത്തിൽ കയറുന്നത് പാപമല്ലേ. അതാ എന്റെ പേടി.
നീ രാവിലെ കുളിക്കാതെയാണോ ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഞാൻ അമ്പലത്തിലേക്കാണ് വന്നെങ്കിലും അകത്തേറി തൊഴണമെന്ന് വിചാരിച്ചില്ലല്ലോ. എന്തായാലും നീ വന്ന സ്ഥിതിക്ക് പൂജ കണ്ട് തൊഴുതേ പറ്റൂ. കുളിക്കാതെ ഞാൻ അങ്ങനെ അമ്പലത്തിനകത്ത് കേറും? ആ, നിനക്ക് കുളിച്ചാ പോരെ? അതിന് വഴിയുണ്ട്. വാ, എന്ത് വഴി? വാടാ.